ഉറപ്പായിട്ടും ഇത് ചൈനയുടേതാണ്. കാരണം 40% പണം നിക്ഷേപിച്ചിരിക്കുന്ന ചൈനയാണ്. ബാക്കി ഇന്ത്യയും റഷ്യയും 18% വെച്ചാണ്, 18% വെച്ചാണ്. ബാക്കി സൗത്ത് ആഫ്രിക്ക. ബേസിക്കലി ചൈനയുടേതാണ്, അത്രയേ ഉള്ളൂ. ഇന്ത്യ അതിൻ്റെ കൂടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വലിയ സംഭവമായിരുന്നു നേരത്തെ ബ്രിക്സിൻ്റെ മീറ്റിങ്ങിൽ. ബ്രിക്സിൻ്റെ കറൻസി കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ഡോളറിനെ മാറ്റണം, അത് മാറ്റണം. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ബ്രിക്സ് എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ഇത് ചൈനയ്ക്ക് മേധാവിത്വം കൊണ്ടുവരാൻ, അവരുടെ കറൻസിക്ക് മേധാവിത്വം കൊണ്ടുവന്ന് ഡോളറിനെ ചലഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. പല ആൾക്കാർക്കും വിശ്വാസമായില്ല, എന്നാൽ വളരെ വിശ്വസിച്ചോളൂ. റഷ്യ പോലും ഇപ്പോൾ ബ്രിക്സിൻ്റെ മീറ്റിംഗ് ഇന്ത്യ നടക്കാൻ പോകുന്നത്. റഷ്യ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനെ ബ്രിക്സിൻ്റെ മെമ്പറാക്കണം. ബ്രിക്സ് ഓൾറെഡി ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയ്ക്ക് മെമ്പറാകാൻ, അവരൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ബ്രിക്സിൻ്റെ മീറ്റിംഗ് സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ബ്രിക്സ് ലീഡേഴ്സിനോട് പൊട്ടൻഷ്യലായിട്ട് ത്രെട്ട് പറഞ്ഞു, അമേരിക്കൻ കറൻസിയെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. അതിനൊന്നും മുതിരണ്ട. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് റിപ്ലൈ കൊടുത്തു, ഡോളറുമായിട്ട് ഞങ്ങൾ ഗെയിമിനില്ല. പക്ഷേ ഇന്ത്യയിലുള്ള പല ആൾക്കാർക്ക് ഇതിൻ്റെ ശരിക്കുള്ള എക്സാക്റ്റ് കാര്യം, കാരണം ഞാൻ ഈ പറഞ്ഞ ഡീപ്പായിട്ട് പഠിക്കുന്നവർക്കൊക്കെ അറിയാം, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നവർക്കൊന്നും ഈ സംഭവം അറിയത്തില്ല. എന്താണ് ബ്രിക്സ്, ബ്രിക്സ് എന്തുവാണെന്നറിയേ. അതിൻ്റെ ഡീപ്പ് പെനട്രേഷൻ എന്ന് പറയുന്നത് ചൈനയാണ് താല്പര്യം, ചൈനയും റഷ്യയും. അവർക്ക് അമേരിക്കൻ ഡോളറിനോട് താല്പര്യമില്ല. അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു സംഭവം കൊണ്ടുവരണം, അതിനെ ചൈന ഡോമിനേറ്റ് ചെയ്യും. അത് ഇന്ത്യയും കൂടെ പാർട്ട്ണറാക്കുന്നു, കൂടെ സൗത്ത് ആഫ്രിക്കയെ നിർത്തുന്നു, ബ്രസീലിനെ നിർത്തുന്നു. ഇതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ കാറിൽ വിളിച്ചുകൊണ്ട് വരുന്നു. വലിയ സംഭവമായിരുന്നു. ഇന്ത്യൻ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, റഷ്യയിൽ നിന്ന് Su-57 വാങ്ങുന്നു, S-400 വാങ്ങുന്നു, അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, S-500 വാങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഒരു പുല്ലും നടക്കത്തില്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കൻ സാധനങ്ങൾ, അമേരിക്കൻ ഹാർഡ്വെയർ, അതേപോലെ രണ്ടാമത് നമുക്കായിരുന്നു ഇസ്രായേൽ ഹാർഡ്വെയർ, ഈ രണ്ടുപേരും ഇറങ്ങുന്നതാണ്.